ഹായ് കൂട്ടുകാരെ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇപ്പം എല്ലാവരും നമ്മുടെ ടോണിച്ചായൻ്റെ പുറകെയാണല്ലോ. അതായത് നമ്മുടെ കോട്ടയം ടോണിച്ചായ. ടോണിച്ചായൻ എല്ലാവർക്കും ചാരിറ്റി പ്രവർത്തനം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. ഒരുപാട് ആൾക്കാർക്ക് ഉപകാരപ്രദമായിട്ടുമുണ്ട്. അതിനെതിരെയാണ് ഇപ്പോൾ നമ്മുടെ സീക്രട്ട് ഏജൻറ്റ് ഒരു കാര്യം ഉന്നയിച്ച് വന്നിട്ടുണ്ട്. അതിപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുകയാണ്. ശരിയല്ലേ? സോഷ്യൽ മീഡിയയിൽ ഭയങ്കരമായിട്ട് വൈറലായിട്ട് അത് ചർച്ചയും കാര്യങ്ങളുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ചോദിക്കുന്നതല്ല കൂട്ടുകാരെ, നമുക്ക് ചെയ്യാൻ പറ്റുന്നില്ല, ഓക്കെ, സമ്മതിച്ചു. നമുക്ക് ഒരാൾക്ക് ഒരു മിഠായി പോലും വാങ്ങിക്കൊടുക്കാൻ സാമ്പത്തികമില്ലെങ്കിൽ നമ്മൾ എന്തിന് ചെയ്യുന്നവരെ കുറ്റം പറയുന്നു? അതിൻ്റെ പുറകിലൂടെ അവരെന്ത് വേണമെന്ന് ചെയ്തോട്ടെ, അത് നമുക്കറിയേണ്ട കാര്യമില്ല. നമുക്ക് പാവപ്പെട്ടവർക്ക് ഉപകാരപ്രദമാകുന്ന ഒട്ടനവധി വീടുകൾ നിർമ്മിച്ചു കൊടുക്കുന്നു, പഠിക്കാനുള്ള സംവിധാനം ചെയ്തു കൊടുക്കുന്നു, ഓരോരുത്തർക്ക് രോഗികൾക്ക് അതിൻ്റേതായ ചികിത്സാ സഹായം നൽകുന്നു. അതുപോലെ തന്നെ ചിലർക്ക് സ്വയം തൊഴിലിനുള്ള മാർഗം കണ്ടെത്തി കൊടുക്കുന്നു. ഇതെല്ലാം ചെയ്യുന്നുണ്ട് ഈ ടോണിച്ചായ അല്ലേ. അതുപോലെ തന്നെ ഉബൈദ് എന്നൊരു വ്യക്തി, മൈജി എന്നൊരു ഇതിന് വേണ്ടിയിട്ട് പ്രവർത്തിക്കുന്ന ഒരു വ്യക്തിയാണ്. പക്ഷേ ഉബൈദും ഇതുപോലെ ഒരുപാട് ജനങ്ങൾക്ക് വേണ്ടി ഉപകാരം ചെയ്യുന്നുണ്ട്. മണി ചലഞ്ചിലൂടെയാണ് ഉബൈദ് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ വേറൊരു വ്യക്തിയുണ്ട്, മറന്നുപോയി പേര്. അപ്പോൾ ഇവരൊക്കെ പറഞ്ഞാൽ ചെയ്യുന്നവർ ചെയ്യട്ടെ, അവർക്ക് ഉപകാരപ്രദമാവുന്ന, കാരണം ജനങ്ങൾക്ക് ഉപകാരപ്രദമാവുന്ന കാര്യങ്ങൾ ചെയ്യട്ടെ. അപ്പോൾ നമ്മൾ അതിനെതിരെ വെറുതെ എന്തിനാ ഈ ബാഡ് കമൻറ്റ് ഇട്ടിട്ടും വീഡിയോസ് ഇട്ടിട്ട് നമ്മൾ അവരെ വെറുതെ അവർ ചെയ്യുന്ന പ്രവർത്തനത്തെ നമ്മൾ തടസ്സം ചെയ്തിട്ട് കാര്യമില്ല. ഇതിൻ്റെ പേരിൽ ഒരുപാട് ആൾക്കാർക്ക് ഇനിയിപ്പോൾ കിട്ടാനുള്ളതും കൂടി കിട്ടാതാവും. ശരിയാണ്, 10-40 വീട് നിർമ്മിച്ച് അതിലൊരു വീട്ടിൽ ചെയ്തു കൊടുത്ത കാര്യത്തെക്കുറിച്ചിട്ടാണ് അവർ പറയുന്നത് അല്ലേ. അത് ലൈഫ് ലൈൻ്റെ വീടാണ് എന്ന് പറയുന്നുണ്ട്. ലൈഫ് ലൈൻ്റെ വീടാണെങ്കിലും അതിലേക്ക് ടോണിച്ചായൻ 4 ലക്ഷം രൂപ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതൊരു ഉപകാരമല്ലേ. അതിനെതിരെ നമ്മൾ പ്രതികരിക്കേണ്ട ആവശ്യമെന്താ? ടോണിച്ചായൻ പറയുന്നുണ്ടല്ലോ, അതൊരു വീഡിയോ ഞാൻ കണ്ടിരുന്നു. ആ വീഡിയോയിൽ പറയുന്നുണ്ട്, ഞാൻ നിങ്ങൾക്ക് 1.5 ലക്ഷം നിങ്ങൾക്കും തന്നിട്ടുണ്ട്, 3 ലക്ഷം രൂപ കരാറുകാരനും കൊടുത്തിട്ടുണ്ട് എന്ന് പറഞ്ഞു. പിന്നെ എന്തിനാണ് നമ്മൾ അതിനെതിരെ പ്രതികരിക്കേണ്ട കാര്യം? ലൈഫ് ലൈൻ എന്ന് പറയുന്നത് 4 ലക്ഷം രൂപ മാത്രമാണല്ലോ കിട്ടുന്നത്. അപ്പോൾ എനിക്ക് പറയാനുള്ളത് എല്ലാവരോടും, ആര് വേണമെങ്കിലും ചാരിറ്റി പ്രവർത്തനം ചെയ്തോട്ടെ. അതിൻ്റെ ബേക്കിൽ കൊല്ലും കൊലയൊക്കെ നടക്കുകയാണെങ്കിൽ നമ്മൾ എതിർക്കുന്നതിനൊരു കാര്യമുണ്ട്. അല്ലാത്ത കാര്യത്തിൽ നമ്മൾ എതിർക്കേണ്ട, നമ്മൾ ബാഡ് കമൻറ്റ് ഇട്ട് അവരെ പുറകെ പോകണ്ട. കാരണം നമുക്ക് ചെയ്യാൻ പറ്റില്ല. നമുക്കൊരാൾക്കൊരു മിഠായിയോ അല്ലെങ്കിൽ ഒരാൾക്കൊരു വീട് നിർമ്മിച്ചു കൊടുക്കാനോ നമുക്ക് കഴിയില്ല. ആ കഴിയാത്ത നമ്മൾ എന്തിനാണ് അതിൻ്റെ പുറകെ പോകുന്നത്? അപ്പോൾ അതുകൊണ്ട് ആരെങ്കിലും ഒരു വക ഏതെങ്കിലും പാവപ്പെട്ടവന് നല്ലൊരു കാര്യം ലഭിക്കുകയാണെങ്കിൽ നമ്മളതിന് പിന്താങ്ങുക. അത്രയേ എനിക്ക് പറയാനുള്ളൂ. ഒരാൾക്കെതിരെ നമ്മൾ ബാഡ് കമൻറ്റ് ഇട്ടിട്ട് അവരുടെ മനസ്സ് തകർത്തുകൊണ്ടോ അവരുടെ ചാരിറ്റി പ്രവർത്തനം നിർത്തിക്കൊണ്ടോ കാര്യമില്ല. കാരണം എന്ന് വെച്ചാൽ അയാളുടെ സ്വന്തം കയ്യിൽ നിന്ന് ക്യാഷ് മുടക്കിയിട്ടാണ് ചെയ്യുന്നത്. നമ്മളോട് ആരോടും 1 രൂപ കൈനീട്ടി വാങ്ങുന്നില്ല. പിന്നെ എന്തിനാണ് നമ്മൾ വെറുതെ പൊല്ലാപ്പിന് പോകുന്നത്? അപ്പോൾ എല്ലാവർക്കും ബൈ ബൈ.